നമസ്കാരം. അയ്യോ, കുരു പൊട്ടിയിന്നേ. നല്ല പോലെ പൊട്ടിയിട്ടുണ്ട്. എന്തേ പൊട്ടാൻ വൈകി എന്ന് ആലോചിക്കുകയായിരുന്നു. അതായത് വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യ മദർഷിപ്പിനും അവിടെ സ്വീകരണം കൊടുത്ത പരിപാടിയിൽ ദിവ്യ എസ് അയ്യർ എന്ന വിസിലിന്റെ സിഇഒ ഉണ്ടല്ലോ, ആ IAS കാരി ഒരു നല്ല കാര്യം പറഞ്ഞു. ആ വികസനവുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിൽ വൻകിട പദ്ധതികളുടെ അവസ്ഥയെന്നും അതിന് ഇന്നിപ്പോ ദൃഢനിശ്ചയമുള്ള അല്ലെങ്കിൽ കരുത്തുറ്റ കാഴ്ചപ്പാടുള്ള ഒരു നേതാവ് വന്നപ്പോൾ അത് ഈ നാടിനൊരു മാതൃകയായെന്നും അത് ഈ നാടിന്റെ പുരോഗതിക്ക് സഹായകമായെന്ന് കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു. അത് കേട്ടതോടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ കാറ്റഴിച്ചു വിട്ട അവസ്ഥയായി. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഒരു IAS കാരി പറഞ്ഞു എന്നുള്ള കാര്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം, ഒരു കോൺഗ്രസ് നേതാവിന്റെ പത്നി ആയതുകൊണ്ട് അവർ പിണറായി വിജയൻ ചെയ്ത പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ കുരു പൊട്ടിക്കാനായിട്ട് പ്രധാന കാരണമായിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് വലിയ പ്രതികരണമൊന്നും വന്നില്ലെങ്കിലും രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ BMW ഇക്കയ്ക്ക് രണ്ടെണ്ണം ചെന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ടുപോയി. നിയന്ത്രണം വിട്ട സാഹചര്യത്തിലാണ് രാത്രിയോടുകൂടി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചത്. അതായത് അത് കേൾക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ, അവർക്ക് അനുഭവപ്പെട്ട, പ്രത്യേകിച്ച് ഒരു IAS ഉദ്യോഗസ്ഥയാണ്, അവർ പ്രവർത്തിച്ച മേഖലയിൽ നിന്നുകൊണ്ട് അവർക്ക് അനുഭവപ്പെട്ട കാര്യത്തെ ഒരു പൊതുവേദിയിൽ തുറന്നു പറഞ്ഞു. പറയാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ കള്ളം പറയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ സത്യമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി വെറുതെ ആകില്ലേ? അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹിക്ക ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഹിക്ക വാ തുറന്നു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിയാലോ. ത്രിപുരയിലെ മണിക് സർക്കാർ വിവാഹം കഴിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ 2 മക്കൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ച മോനാണ്. ആ ഹിക്കയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ദിവ്യ IAS, സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ തന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങൾ പരമാവധി നന്നായി ചെയ്യുക എന്നത് ജോലിയുടെ ഭാഗമാണ്. തനിക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം പിന്തുടരാൻ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യവുമുണ്ട്. പിണറായി വിജയനെ പോലെ ഒരാളെ കരുത്തും കരുതലുമായി പോസ്റ്ററും ഇടാം. പക്ഷേ പ്രസംഗിക്കുമ്പോൾ കാലം അടയാളപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളെ സ്വന്തം താല്പര്യത്തിനായി മറന്നു കളയരുത്. ഇന്നത്തെ അങ്ങയുടെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞു, വൻകിട പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്ന കാലം കഴിഞ്ഞു, അഥവാ അതിനുള്ള നേതൃത്വം ഇവിടെ ഉണ്ടത്രേ. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പ്രശംസിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയ ഞങ്ങളുടെ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് ഉച്ചരിക്കാതിരിക്കാൻ കാണിച്ച സൂക്ഷ്മത പ്രത്യേകം ശ്രദ്ധിച്ചു. പിണറായി കൊണ്ടുവന്ന ഒരു വൻകിട പദ്ധതിയെക്കുറിച്ച് പറയാമോ എന്ന് ചോദിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും വൻകിട പദ്ധതി ലീഡർ കൊണ്ടുവന്ന നെടുമ്പാശ്ശേരിയാണ്. പിന്നീട് വന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കൊച്ചി മെട്രോയും വിഴിഞ്ഞവുമാണ്. ഉമ്മൻചാണ്ടിയെ എത്ര മറന്നാലും പിണറായി എത്ര പൊക്കിയാലും അടുത്തൊരു UDF മന്ത്രിസഭയിൽ ഇതിനേക്കാളും വലിയ പദവികളിൽ അങ്ങേക്ക് വരാൻ വഴികൾ ഉണ്ടാകുമെന്നും അറിയാം. അങ്ങേക്ക് ആശംസകൾ. അതിനുശേഷം പിണറായി വിജയന്റെ ജന്മദിനത്തിന് അവർ അദ്ദേഹവുമായിട്ട് ഒരു സ്വകാര്യ സംഭാഷണം നടത്തുന്നതിന്റെ ദൃശ്യം അവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഫോട്ടോയും പിന്നീട് മാതൃഭൂമിയുടെ ഒരു കാർഡാണ്. വൻകിട പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്ന കാലം മറന്നു എന്ന മാതൃഭൂമി ദിവ്യ എസ് അയ്യറുടെ ഇന്നലത്തെ കോട്സ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നലത്തെ പരാമർശം വെച്ചുകൊണ്ട് ഇറക്കിയ കാർഡാണ് ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞത് കുരു പൊട്ടാൻ വൈകിയത് എന്തെന്ന്. കാര്യം ഇവർ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളെയും ദിവ്യ എസ് അയ്യറുടെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ മുഴുവൻ സാധ്യതകളെയും നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥയുണ്ടായി. സ്വാഭാവികമായിട്ട് ഒരാൾ ഉള്ള കാര്യം പറഞ്ഞാൽ അത് തുള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി തന്നെയാണ് കരാർ ഒപ്പിട്ടത്. അത് 100% നിർമ്മാണം പൂർത്തീകരിക്കുന്നതാണോ കരാറാണോ ഒരു പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്? കരാർ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെയും സെൻട്രലിലും UPA സർക്കാരും കോൺഗ്രസ് സർക്കാരും അധികാരത്തിൽ നിന്ന സന്ദർഭത്തിൽ മുതൽ ഇത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് EK നായനാർ കൊണ്ടുവന്നു. മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ കൊണ്ടുവന്ന് ആദ്യഘട്ട ഉദ്ഘാടനം നടത്തി. കൊണ്ടുവന്ന കമ്പനിക്ക് ചൈനീസ് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് റദ്ദാക്കി കളഞ്ഞു. അങ്ങനെ വൈകിച്ച് ഒരു സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കാൻ 6 മാസമുള്ളപ്പോൾ ഇലക്ഷൻസ് രണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒപ്പിട്ടു, വസ്തുതയാണ്. പക്ഷേ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ആ പദ്ധതിയിൽ നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്തത്? മുടക്കാൻ പറ്റുന്ന പരമാവധി പ്രവർത്തനങ്ങൾ ചെയ്തു. നിങ്ങളുടെ കുഞ്ഞുഞ്ഞിന്റെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലാണോ ഒരു പദ്ധതിക്കെതിരെ നിങ്ങൾ നിലകൊള്ളേണ്ടത്? അവിടെ ജനങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അതിനെ പരിഹരിക്കാൻ നിങ്ങൾ ഒപ്പം നിന്നു. അതുമായി ബന്ധപ്പെട്ട് പലരെയും പുനരധിവസിപ്പിക്കുന്ന പ്രശ്നങ്ങൾ പോലും 90% പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചുക്കാൻ പിടിക്കാൻ ഒപ്പം നിൽക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് തോന്നുകയാണ് സർക്കാർ ആ പദ്ധതി ഏറ്റെടുത്തതിന് ശേഷം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട്, ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് തുറന്നു പറയണ്ടേ?
തുറന്നു പറയുന്നത് അത്ര വലിയ അപരാധമാണോ? അതായത് നല്ലത് പറയാൻ പാടില്ല, നല്ലത് മിണ്ടുന്നത് മോശമാണ്. അതായത് നമുക്ക് എപ്പോഴും കുറ്റപ്പെടുത്തുന്ന നാവാണല്ലോ, നമ്മൾ ശരികളെ കുറിച്ച് സംസാരിക്കാറില്ലല്ലോ. അങ്ങനെ ശരികളെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ ഇതാണ് അവസ്ഥ. അതാണിപ്പോ ദിവ്യ എസ് അയ്യർ നേരിടുന്നത്. അവർക്കറിയാം, അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്, അവർ ഒരു കോൺഗ്രസ് നേതാവിന്റെ പത്നിയാണെന്ന് എന്ന് കരുതിക്കൊണ്ട് അവർ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ തൊഴിൽ മേഖലയിൽ അവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ അത് പറയാൻ പാടില്ലേ? അത് ഒരു പൊതുവേദിയിൽ പറഞ്ഞ് ചെയ്ത വ്യക്തിയെ അഭിനന്ദിക്കുന്നത് തന്നെയാണ് ഒരാളുടെ നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് ദിവ്യ എസ് അയ്യർ ചെയ്തു. അത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചും അവർ ചെയ്ത പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയാണ്. ഓർമ്മയുണ്ടോ ദിവ്യ എസ് അയ്യറെ കൊണ്ടുവന്ന് നിങ്ങൾ വിവാദത്തിൽപ്പെടുത്തിയത് വർക്കലയിലെ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്? എന്നിട്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഒരു കോൺഗ്രസ്കാരിയുടെ പത്നി എന്നുള്ള നിലയ്ക്ക് അവരെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ നിന്നും മാറ്റി നിർത്തിയില്ല, കീ പോസ്റ്റുകളിലാണ് നിയമിച്ചത്. അവിടെ എന്താണ് കൃത്യമായി മനസ്സിലാകുന്നത്? സ്വജനപക്ഷപാതമില്ല. ആരാണോ വളരെ മികച്ചതായിട്ട് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട പദവി മുഖം നോക്കാതെ നൽകുന്നതാണ് ഈ സർക്കാരിന്റെ സമീപനമെന്ന് അത് കൃത്യമായി ആർക്കും ബോധ്യപ്പെട്ടു, ദിവ്യയ്ക്കും ബോധ്യപ്പെട്ടു. താൻ ഒരു കോൺഗ്രസ് നേതാവിന്റെ പത്നിയാണെന്നോ അല്ലെങ്കിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മരുമകൾ എന്നുള്ള നിലയ്ക്ക് തനിക്ക് ഈ സർക്കാരിൽ നിന്ന് ഒരു തരത്തിലുള്ള മാറ്റി നിർത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിഷേധവും ഉണ്ടായിട്ടില്ല. അത് അവർ അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും അവരെ ചെയ്യാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുള്ള പദവികൾ നൽകി. അത് അവർ വളരെ ഭംഗിയായി ചെയ്തു. അത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സർക്കാർ ശ്ലാഘിച്ചു. തിരിച്ച് അവർക്ക് കൊടുത്ത അവസരങ്ങൾക്കും ആ ഉത്തരവാദിത്തപ്പെട്ട പ്രോജക്റ്റുകൾ, ഈ സംസ്ഥാനത്തിന്റെ തന്നെ ഭാവി നിശ്ചയിക്കുന്ന ഒരു പദ്ധതിയിൽ എന്താണ് ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന ഇടപെടലുകൾ, എന്താണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരാൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്വമേധയായി പറഞ്ഞുപോയി. അത് അങ്ങനെയാണെന്നേ. നിങ്ങൾ തെറ്റിദ്ധാരണകൾ ഈ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നേരിട്ട് ചെയ്യുന്നവർ, നേരിട്ട് അനുഭവപ്പെടുന്നവർക്കെല്ലാം അറിയാം എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത്, എന്താണ് അതിന്റെ ലക്ഷ്യമെന്നും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ച് പിണറായി വിജയന്റെ ചിന്താഗതി എന്താണെന്ന് തിരിച്ചറിഞ്ഞതാണ് അവർ ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്ക് ഒരു പൊതുവേദിയിൽ അത് യാഥാർത്ഥ്യമാകുമ്പോൾ പറഞ്ഞത്. അത് പൊള്ളിക്കുമെന്നറിയാം. പൊള്ളിയിട്ടുണ്ടെങ്കിൽ വച്ച് അനുഭവിക്കുക എന്നതിനപ്പുറം മറ്റുള്ളവരുടെ തോളിൽ കുതിര കയറാൻ പോകുന്നതിന് മുന്നോടിയായി അല്ലെങ്കിൽ അവർ ചെയ്ത ഒരു നല്ല പ്രവർത്തനത്തെ അതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവരെ അപമാനിക്കാനോ, നാളെ അവർ അധികാരത്തിൽ വന്നാൽ, അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നാലും നിങ്ങൾക്ക് കീ പോസ്റ്റ് കിട്ടും, അതായത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരുടെ രാഷ്ട്രീയ പിൻബലം അല്ലെങ്കിൽ ഭർത്താവിന്റെ രാഷ്ട്രീയ പിൻബലം വെച്ചുകൊണ്ട് അവരെ നാളെ ചില കീ പോസ്റ്റുകളിലൊക്കെ നിയമിക്കുമെന്ന് പറയുന്നത് തന്നെ എത്രമാത്രം വിവരക്കേടാണ് മിസ്റ്റർ BMW ഹിക്ക എന്ന് ചോദിച്ചു പോവുകയാണ്. അതായത് നിങ്ങളുടെ കാലഘട്ടത്തിൽ ചിലർക്കെല്ലാം പ്രത്യേക നിയമനം കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള വരിയാണ് ഒരു IAS ഉദ്യോഗസ്ഥരെ പോലെ ഒരു വ്യക്തി അവരുടെ കഴിവിനപ്പുറം സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർക്ക് രാഷ്ട്രീയമായിട്ട് ചില പാരമ്പര്യമുള്ളത് കൊണ്ട് ചില പോസ്റ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങളൊക്കെ ഏത് കാലത്ത് എത്ര വകരുതിരിവില്ലാത്ത രീതിയിലുള്ളവരാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അത് സമൂഹം വിലയിരുത്തട്ടെ. ആ പോസ്റ്റ് വായിച്ചതിന് ശേഷം അവർ തന്നെ അതിൽ അഭിപ്രായ പ്രകടനം നടത്തട്ടെ. എന്തായാലും ദിവ്യ എസ് അയ്യർ അവർ ഒരു മികച്ച IAS ഉദ്യോഗസ്ഥയാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ അവരെ അർഹിച്ച പദവികളിലേക്കൊക്കെ നിയമിക്കുന്നത്. അത് തുറന്നു പറയുന്നവരെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ആ ഒരു തുറന്നു പറച്ചിലിന്റെ പേരിൽ അവരെ വേട്ടയാടാമെന്നൊന്നും കരുതണ്ട. അവർക്കൊപ്പം തന്നെയാണ് സർക്കാർ സംവിധാനങ്ങളും ഈ സമൂഹവും ഉള്ളത്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ BRM ഷഫീർ ഇക്കമാർ സ്വന്തം നേതാക്കന്മാർക്ക് വേണ്ടി മോങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മോങ്ങലിനെയൊക്കെ ഈ നാട്ടിൽ ഓരിയിടലായിട്ട് മാത്രമേ കാണുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.